പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലൊരു താരതമ്യേന പുതിയ നേതാവാണ്. വളരെ പെട്ടെന്ന് ഉയർന്നു വരികയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുകയും പിന്നീട് MLA ആവുകയും ഒക്കെ ചെയ്ത ഒരാൾ. അയാൾ എങ്ങനെയാണ് MLA പദവിയിൽ വന്നത്? ആരുടെ നിർബന്ധമാണെന്നൊക്കെ നമുക്കറിയാം. നോർമൽ കേസിൽ അയാൾ അവിടെ വന്ന് MLA ആവേണ്ട ആളെ അല്ല. പക്ഷേ അയാൾ വന്നതിൻ്റെ സാഹചര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് രാഹുൽ ഇളകിപ്പോകുമ്പോൾ രാഹുലിനോട് സ്നേഹമുള്ള ഒരു വലിയ പട പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. രാഹുലിന് അങ്ങനെ വലിയൊരു വൃന്ദത്തെ ഉണ്ടാക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ അത്ര വലിയ വൃന്ദമുള്ള വേറൊരു പോയിന്റ് അയാൾക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് സാധാരണ നിലയ്ക്ക് മനസ്സിലാവുക. ശരി, ശ്രീ അജിത് കുമാർ, അതായത് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ നിങ്ങളൊക്കെ ജയിലിലേക്ക് പുറപ്പെടുകയായോ? തീർച്ചയായിട്ടും ജയിലിലേക്കെന്നല്ല, അദ്ദേഹത്തിന് നീതി കിട്ടുന്നത് വരെ, ഇപ്പോൾ രാഹുൽ ഈശ്വരനായിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനായിക്കോട്ടെ, അദ്ദേഹത്തിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ പേരിൽ ജയിലിൽ പോവുകയാണെങ്കിൽ അത് ഞങ്ങൾ പാട്ടും പാടി പോയിട്ട് പാട്ടും പാടി തിരിച്ചിറങ്ങി വരുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ജയിലെന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ജയിലിപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തെറ്റ് ചെയ്തവരും ചെയ്യാത്തവരും ഒത്തിരി പേർ അതിനകത്ത് കിടപ്പുണ്ട്. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പെണ്ണ് പരാതി കൊടുത്തതിൻ്റെ പേരിൽ നിരപരാധികൾ, ഒരുപാട് പുരുഷന്മാർ, ഒരുപാട് യുവാക്കൾ ജയിലിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയി ഞങ്ങളിപ്പോൾ 2 ദിവസം കിടന്നു എന്ന് പറഞ്ഞ് ഇവിടെ ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു ചീത്തപ്പേര് വരുന്നെങ്കിൽ വന്നോട്ടെ, അത് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? ഇവിടെ പെണ്ണ് തെറ്റ് ചെയ്തിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പെണ്ണും തെറ്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കപ്പെടാൻ പാടില്ലാത്ത ആളാണെന്നൊക്കെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ്? ഒരു പൊളിറ്റീഷ്യനാണ്. പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണ്? കോൺഗ്രസ് ഏതാണ്? MLA ഏത് പാർട്ടിയാണ്? കോൺഗ്രസിനാണ്. ആ കോൺഗ്രസിന് വേണ്ട അയാളെ എടുത്തു കളഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് മെനക്കെടുന്നത്? ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ആദ്യം മനസ്സിലാക്കണം. ഞാൻ കട്ട ഒരു CPM കാരനാ, ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാ. ഇന്നവരെ മാറി ഒന്ന് ചിന്തിക്കാത്ത ഒരാളാണ് ഞാൻ, അതാദ്യം മനസ്സിലാക്കണം. പക്ഷേ എൻ്റെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോ എനിക്കൊരു മതമോ ജാതിയോ ഇല്ല. ഏതൊരു പുരുഷനും പീഡനം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് കണ്ടാൽ, പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഞാൻ അവർക്ക് വേണ്ടി ഇടപെടും. ഒരു മാറ്റവുമില്ല. അത് ശക്തമായിട്ട് ഇടപെടും. അതിന് ജയിലിലല്ല, ഇനി എവിടെ പോകേണ്ടി വന്നാലും ഞാൻ കൃത്യമായിട്ട് ഇടപെടും. അതിനൊരു മാറ്റവുമില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ ചെയ്തത് തെറ്റെന്താണ്? ഒരു തെറ്റെന്ന് പറഞ്ഞുതരാമോ? അദ്ദേഹം ശരിയായിട്ടുള്ള ഈ പെൺകുട്ടി വിവാഹം കഴിച്ചതാണ് എന്ന് തെറ്റാണ് പോലീസ് എഴുതിക്കൊണ്ട് കൊടുത്തത് കോടതിയിൽ. ശരി, പോയി കിടക്കട്ടെ, 14 ദിവസം എന്നാണ് കോടതി പറഞ്ഞത്. ഒരു തെറ്റും ചെയ്യാത്ത ഈ മാന്യനെ വിട്ടയക്കുന്നല്ല ഇന്ന് കോടതി പറഞ്ഞത്. പോലീസിന് ഇവിടെ മറയ്ക്കാൻ പലതും ഉണ്ടാവും. ഇപ്പൊ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വറിനെ ഇട്ടുകൊടുത്തതാണ്. അതാദ്യം മനസ്സിലാക്കണം. പതിയെ താങ്കളുടെ രാഷ്ട്രീയം നൈസായിട്ട് പുറത്തു വരുന്നു. CPM എന്നൊക്കെയാണ് താങ്കൾ അവകാശപ്പെടുന്നത് ഇപ്പോ. ശരി ശരി, നോക്കാം. ഞാൻ ഇടതുപക്ഷക്കാരനാണ്. ശരി, ആർക്കറിയാൻ പാടില്ലാത്ത. ശരി ശരി, നിങ്ങൾ ഈ വക അതിക്രിയൊക്കെ ചെയ്തിട്ട് ജയിലിൽ പോയിട്ടില്ല, നാളെയും തുടരും എന്ന് ഞാൻ പറയൂ. ശരി.